നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ തയ്യാറെടുക്കാൻ ആഹ്വാനം ചെയ്തു. ഈ മാസം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ ലക്ഷ്യമിട്ടും വയനാട് സുൽത്താൻ ബത്തേരിയിലെ KPCC ലീഡർഷിപ്പ് സമ്മിറ്റ് 100 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് UDF എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടെന്ന ആക്ഷേപങ്ങൾക്ക് ഒരു ടീമായി നിന്ന് മറുപടി പറയുമെന്നും VD സതീശൻ നേതൃസംഗമത്തിൽ പറഞ്ഞു. ഇത് വെറും UDF അല്ല, ടീം UDF ആണ്. അപ്പുറത്ത് ശിഥിലമായി കൊണ്ടിരിക്കുന്ന LDF ആണ്. നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി. എങ്ങനെയാണ് ആത്മവിശ്വാസം? നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീമിന് ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDFനെ കേരളത്തിൽ അധികാരത്തിലേറ്റും. കേരളത്തിലെ പ്രവർത്തകരോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള നീതി പുലർത്തും എന്നുറപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. ഡോക്ടർ ശശി തരൂർ MPയുടെ സാന്നിധ്യവും നേതൃസംഗമത്തിൽ ശ്രദ്ധേയമായി. ശശി തരൂർ കോൺഗ്രസിന് വിലപ്പെട്ട നേതാവെന്നും പാർട്ടി ലൈനൊപ്പം വന്നെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. താൻ എപ്പോഴും പാർട്ടി ലൈനിനൊപ്പം എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ശശി തരൂർ പാർട്ടിക്ക് വിലപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൊക്കെ തന്നെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ നിലപാടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, കോൺഗ്രസ് പാർട്ടിയുമായി സജീവമായി കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, സജീവമായ ചർച്ചകൾ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പാർട്ടി ലൈനനുസരിച്ച് നിൽക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ശശി തരൂർ പാർട്ടി ലൈനിൻ്റെ പൂർണ്ണ ഭാഗമായി നിൽക്കുക എന്ന് പറയുന്നത് വി ആർ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. പാർട്ടി എൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കണമെന്ന് തന്നെ എൻ്റെ വിശ്വാസമായിരുന്നു. അപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നെ ആയിരുന്നു. എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങളുടെ കോമെൻറ്റ് അടിക്കുന്നത്. അതോടെ വലിയ വിവാദമായ ആൾക്കാർ മനസ്സ് മാറും. ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഈ വിവാദങ്ങളുടെ ആവശ്യമുണ്ടാവില്ല. മോദിയെ പ്രേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയാണ് അദ്ദേഹത്തിനെ പോർത്തിയത്, എവിടെയാണ് അതിലൊരു പ്രൈസ് കൊടുത്തത് ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാം. ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും ഇറങ്ങും. അതിനാണ് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറ്. ശ്രീജിത്ത് ചേരുന്നുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുതന്നെയാണ് മുഖ്യ ലക്ഷ്യം. ഒറ്റ ടീമായി നിൽക്കും എന്ന് പലപ്പോഴും പറയുമ്പോഴും ഡോക്ടർ ശശി തരൂരിന്റെ കാര്യത്തിൽ ഇത് ചിലപ്പോഴെങ്കിലുമൊക്കെ തെറ്റുന്ന പോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങൾ മാധ്യമങ്ങൾ ചില ഇടങ്ങളിലൊക്കെ തന്നെ കൃത്യമായി വായിക്കാതെ എൻ്റെ ലേഖനം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും നമുക്കറിയാം അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിൻ്റെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ ഉയർത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ അതൊരു വാസ്തവവിരുദ്ധമായൊരു കാര്യമൊന്നുമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് രാഷ്ട്രീയ കേരളത്തിനും അറിയാം. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല, അടിസ്ഥാനപരമായി പാർട്ടിക്കൊപ്പം തന്നെയാണ്, ഒരുമിച്ച് നിൽക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ ഐക്യം കൊണ്ടുവരിക എന്നാണ് നേതാക്കൾ ലക്ഷ്യമിട്ടത്. ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂരിനെയും പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുവാനുള്ള ഒരു ഇടപെടൽ നടന്നത്. ശശി തരൂർ അതിനോട് പൂർണ്ണമായും സഹകരിച്ചു. നേരത്തെ KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രവർത്തക സമിതിയിൽ അദ്ദേഹം മുഴുവൻ സമയവും പങ്കെടുത്തു. പിന്നീട് ഇങ്ങോട്ടുള്ള പാർട്ടി പരിപാടികളെല്ലാം അദ്ദേഹത്തിന്റെ പങ്ക് വഹിക്കുന്നു എന്നാണ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ശശി തരൂരിനും കോൺഗ്രസ് നേതാക്കൾക്കുമിടയിൽ ഒരു മഞ്ഞുരുക്കം നടന്നിരിക്കുന്നു. പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനായി പ്രവർത്തിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ശശി തരൂർ അവർക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദ്വിദിന ക്യാമ്പിൽ അദ്ദേഹം മുഴുവൻ സമയവും പങ്കെടുത്തു. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഈ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം പൊതുവായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു പൊതു ഐക്യത്തിൻ്റെ കൂടെ താനും ഉണ്ടാകും. തൻ്റെ ഭാഗത്തു നിന്ന് അത്തരം തെറ്റായ എന്തെങ്കിലും തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകില്ല എന്ന കാര്യവും തരൂർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് KC വേണുഗോപാലും VD സതീശനും അടക്കമുള്ള എല്ലാ നേതാക്കളും തരൂരിൻ്റെ ഈ നിലപാടിനോട് ഒപ്പം നിൽക്കുന്നത്. തരൂർ നേരത്തെയും പാർട്ടി ലൈൻ തന്നെയാണ് താൻ സ്വീകരിച്ചത്
എന്നാണ് അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അദ്ദേഹം സിംല കരാറുമായി സിംല കരാറിൻ്റെ ലംഘനം നടന്നപ്പോൾ അതിനൊപ്പമുള്ള കോൺഗ്രസ് നിലപാടിന് ഒപ്പം അദ്ദേഹം നിന്നില്ല, അതിനെതിരെയുള്ള കോൺഗ്രസ് നിലപാടിനൊപ്പം നിന്നില്ല. പിന്നീട് ഇങ്ങോട്ട് പല പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗമായി വന്നു. കേരളത്തിലെ CPM-നെ പ്രകീർത്തിക്കുന്നു എന്ന വിമർശനം അദ്ദേഹത്തിന് നേരിട്ടു. എന്തായാലും അത്തരം വിമർശനങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് തരൂർ പറയുന്നത് താൻ എഴുതിയ ലേഖനമോ താൻ ചെയ്ത പോഡ്കാസ്റ്റോ പൂർണ്ണമായും വായിക്കാതെയും കേൾക്കാതെയും ഒക്കെയാണ് തനിക്കെതിരെ വിവാദമുണ്ടാക്കിയത്. അത് മുഴുവൻ കേട്ടിരുന്നെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ അധ്യായമായി തരൂരും മടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടിയിലൊരു ഐക്യത്തിൻ്റെ അന്തരീക്ഷമാണ്. ആ ഐക്യത്തിനൊപ്പം താനും നിൽക്കുന്നു എന്നാണ് തരൂരും പ്രതികരിച്ചിരിക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.